ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നുണ പരിശോധന നടത്താൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ഫോർട്ട് പോലീസ് വഞ്ചൂർ കോടതിയിൽ അപേക്ഷ നൽകി. കാണാതായ സ്വർണ്ണദണ്ഡ് പിന്നീട് ക്ഷേത്ര കോമ്പൗണ്ടിലെ മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും എങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം ക്ഷേത്ര ജീവനക്കാർ സ്വർണം കവരില്ലെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ പ്രതികരിച്ചു. അതൊരു അബദ്ധം പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബാഗിൽ നിന്ന് അത് സ്ലിപ്പായി താഴെ വീണ് മണ്ണിൻ്റെ അടിയിൽ പോയതാണ്. അല്ലാതെ ക്ഷേത്രം ജീവനക്കാർ ഒരിക്കലും ഒരു കാരണവശാലും ഒരു തരി സ്വർണമോ ഒന്നും അവർ മോഷ്ടിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. വിവരങ്ങളുമായി എസ് സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും അഭ്യൂഹങ്ങളുമുണ്ട്. കാരണം ഒരു സ്വർണ്ണദണ്ഡ് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകിച്ചും ഇത്രയധികം സി സി ടി വികളും അതുപോലെ വേണ്ടത്ര സുരക്ഷയും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും സ്വർണം എങ്ങനെ കാണാതായി? അത് ജീവനക്കാരറിയാതെ നഷ്ടപ്പെടുമോ? ഇതുമായി ബന്ധപ്പെട്ടാണ് സംശയം ഉയർന്നത്. എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം? പോലീസിൻ്റെ ഒരു സംശയം എന്താണ്? ഇനി നുണ പരിശോധനയ്ക്ക് ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് അടുത്ത പോലീസിൻ്റെ തീരുമാനം? പോലീസ് ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സ്വർണം കാണാതെ പോയ സംഭവത്തിൽ നുണപരിശോധന നടത്താൻ വഞ്ചിയൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നിന്നും ഒരു സ്വർണം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഒന്നാകെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സ്വർണം കണ്ടെടുക്കുന്നതിന് പകരം അത് സ്ട്രോങ് റൂമിനടുത്ത് അമ്പലത്തിനകത്ത് വെച്ച് തന്നെ തിരിച്ചു ലഭിക്കുകയായിരുന്നു. ആ തിരിച്ചു ലഭിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നമാണ്. കാരണം ആ ഭാഗത്ത് സി സി ടി വി നിരീക്ഷണം കൃത്യമായ നിരീക്ഷണം ഇല്ലാത്ത ഭാഗത്തു നിന്നായിരുന്നു ഈ സ്വർണ്ണദണ്ഡ് കിട്ടിയിരുന്നത്. അത് തന്നെ സംശയത്തിനിടായിരുന്നു. കാരണം വീണു പോയതാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇത്രയും കാലതാമസം വരില്ലായിരുന്നു കണ്ടെടുക്കാൻ. അതേപോലെ തന്നെ സി സി ടി വി ഇല്ലാത്ത കൃത്യമായ ആ ഭാഗത്ത് തന്നെ ഇത് വീണ്ടെടുത്തു. അങ്ങനെ കുറേ സംശയങ്ങൾ പോലീസ് ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നു. പിന്നെ ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരത്തിലൊരു സ്വർണ്ണദണ്ഡ് കാണാതായതിന് പിന്നിൽ എന്നും ഒക്കെ പോലീസ് സംശയം ഉന്നയിച്ചിരുന്നു. ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ നുണപരിശോധന നടത്തി ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത്. ഈ 108 ഗ്രാം സ്വർണം കാഡ്മിയം കലർത്തിയ സ്വർണം അമ്പലത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വാതിലുകളിൽ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്ന സ്വർണ്ണമായിരുന്നു കാണാതായത്. പിന്നീട് അത് കണ്ടെത്തുകയായിരുന്നു. അതായത് മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതിലൊരു വ്യക്തത, ഇത്രയും ഒരു മാസത്തോളമായി സ്വർണം വീണ്ടെടുത്തിട്ട് അതിലൊരു വ്യക്തത എങ്ങനെ കാണാതായി? ഇതിൽ പലപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണം ഇതിന് മുൻപും കാണാതായിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ തന്നെ അവിചാരിതമായി പല സ്ഥലത്തു നിന്നും സ്വർണം തിരിച്ചു കിട്ടാറുമുണ്ടെന്ന് പലതവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം, ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ പോലീസ് നുണപരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ജീവനക്കാർ എന്തായാലും ഈ രാജകുടുംബാംഗം ഈ ജീവനക്കാരെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പോലീസിൻ്റെ അന്വേഷണത്തോട്, പ്രത്യേകിച്ച് അവരെ സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള അന്വേഷണത്തോട് ജീവനക്കാർ എന്താണ് പ്രതികരിക്കുന്നത്? ജീവനക്കാരുടെ സംഘടന എന്താണ് പ്രതികരിക്കുന്നത്? ജീവനക്കാരുടെ സംഘടന സ്വാഭാവികമായിട്ടും അന്വേഷണത്തോട് പൂർണ്ണമായും അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ വ്യക്തത വരണം. കാരണം അമ്പലത്തിൻ്റെ പേരിൽ, ക്ഷേത്രത്തിൻ്റെ പേരിലൊരു ചീത്തപ്പേരുണ്ടാകുമ്പോൾ അത് അമ്പലത്തിൻ്റെ ഭാരവാഹികളെയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ബാധിക്കും. ആ ചീത്തപ്പേര് കാലങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇതിലൊരു കൃത്യമായൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ നടത്തിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ബാഗിൽ നിന്നും കളഞ്ഞുപോയി എന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് അങ്ങനെയാണെന്ന് തെളിയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഇനി ആവർത്തിക്കുമ്പോൾ കൂടുതൽ ചീത്തപ്പേരിലേക്ക് പോവാതിരിക്കാൻ. കാരണം അത്രയധികം സാമ്പത്തിക ശേഷി കേരളത്തിൽ ഏറ്റവും അധികമുള്ള ഒരു അമ്പലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. കൃത്യമായ കണക്കുകൾ പ്രകാരം വളരെ വലിയ തുക പല നിലവറകളിലായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അറകളിലായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കൃത്യത വേണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം എങ്കിൽ ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ക്ഷേത്രം ഭാരവാഹികളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള മറുപടി. ഒപ്പം തന്നെ ആദിത്യവർമ്മ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ മോഷണമാണോ നടന്നത് അതോ അബദ്ധത്തിൽ ഈ സ്വർണം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതാണോ? ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്.